ഈ പെർഫ്യൂംസിനെ പറ്റി ഇപ്പോൾ പറഞ്ഞില്ലേ പിന്നെ എപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല. എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള വിൻ്റർ റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണെന്ന്. സോ ഇത്തവണ വിൻ്റർ റെക്കമെൻഡേഷൻസ് ആണ് ഡോക്ടർ അജിം ഷാ, നിങ്ങളുടെ സ്വന്തം ഫ്രാഗ്രൻസ് എക്സ്പേർട്ട്. വിൻ്ററിന് ആൾക്കാർ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുക ഒരു എന്താ പറയുക ഡാർക്ക് ലെതറി ഊഡി ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. എനിക്ക് ആദ്യം പറയാനുള്ളത് റെയ്ഹാനാണ്. റെയ്ഹാൻ്റെ കോറിയം. ഇത് സ്ട്രോങ്ങർ വിത്ത് യു ലെതറിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫ്യൂം ഫ്രം റെയ്ഹാൻ. അതായത് വെറും 60 ദിറംസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക 1500-2000 രൂപ റേഞ്ച് മാത്രമേ ഉള്ളൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വീറ്റ് ലെതറിൻ്റെ സ്മെല്ലാണ്. ഈ പറയുന്ന എല്ലാം എന്താ പറയുക വിൻ്റർ റെക്കമെൻഡേഷൻസ് ആണ്. അതുകൊണ്ട് കുറച്ച് ഹാർഡായിട്ടുള്ള സ്മെൽസ് ആയിരിക്കും പറയുക. അങ്ങനെയുള്ളവരാണ് ഇത് ചൂസ് ചെയ്യേണ്ടത്. ഇത് റെയ്ഹാൻ്റെ കോറിയം. എനിക്ക് സെക്കൻഡ് പറയാനുള്ളത് അഹ്മദ് അൽ മഗ്രിബിയുടെ നിസ്വയാണ്. നിസ്വ കണ്ടില്ലേ? നിസ്വ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിലൊക്കെയാണ്. നിസ്വ എന്താ പറയുക ഒരു എന്താ പറയുക സ്പൈസി വാം ആയിട്ടുള്ള ഒരു ഗോർമണ്ടി ടച്ചൊക്കെ വരുന്ന ഒരു സിനമണൊക്കെ ചേർന്നിട്ടുള്ള വളരെ സൊഫിസ്റ്റിക് ആയിട്ടുള്ള സ്മെല്ലാണ് അഹ്മദ് അൽ മഗ്രിബിയുടെ നിസ്വ. നിസ്വയും വളരെ അഫോർഡബിൾ ആണ്. മൂന്നാമത് എനിക്ക് പറയാനുള്ളത് പാരീസ് കോർണറിൻ്റെ റിഫാക്കത്തിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. YSL ബേബി ക്യാറ്റാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാനില ചേർന്നിട്ടുള്ള വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. നാലാമത് എനിക്ക് പറയാനുള്ളത് അക്കോയൊക്കെ ഇഷ്ടപ്പെടുന്ന അക്കോയുടെ DNA ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഹോളിവുഡിൻ്റെ ഈ സാധനം ഒരിക്കലും മിസ് ചെയ്യരുത്. ഇത് വെപ്പണാണ്, ഹോളിവുഡിൻ്റെ വെപ്പൺ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് വിത്ത് ഊതാണ് നാലാമതായിട്ട്. അഞ്ചാമത് എന്താ പറയുക ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്നൊക്കെ പറയില്ല, അതാണ് ആംബ്രേ ഡെ ലൂൺ ബൈ എസ്കാലോ. എന്താ പറയുക അലക്സാൻഡ്രിയ, എന്താ പറയുക സെർജോഫിൻ്റെ അലക്സാൻഡ്രിയയുടെ DNA ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാൽ മിസ് ചെയ്യാൻ പാടില്ല. വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ് ആംബ്രേ ഡെ ലൂൺ. അപ്പോൾ താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ.